അങ്ങനെ വലിയ പ്രതീക്ഷയിൽ തിയേറ്ററുകളിലെത്തിയ ടർബോയും പ്രതീക്ഷിക്കാതെ എത്തിയ വേനൽ മഴയും കേരളത്തിൽ ഇടിച്ചുകുത്തി പെയ്തപ്പോൾ ജയം ടർബോ ജോസിന് തന്നെ. ശക്തമായ മഴയെയും മോശം കാലാവസ്ഥയെയും വകവയ്ക്കാതെ തിയേറ്ററുകളിലേക്കുള്ള ജനപ്രവാഹമായിരുന്നു ആദ്യത്തെ ആഴ്ച നമ്മൾ കണ്ടത്. മാത്രമല്ല ആദ്യ 4 ദിനങ്ങൾ കൊണ്ട് തന്നെ ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ഒരു മാസ് മസാല മൂവിയിലെ കഥയും ലോജിക്കും ചികയാൻ പോയ യൂട്യൂബിലെ പല മുഖ്യ റിവ്യൂ ഏമാന്മാർക്കും അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ പടം ഇഷ്ടമാവാത്തതുകൊണ്ട് പടത്തിന് നെഗറ്റീവ് റിവ്യൂ ഇട്ടിരുന്നു. എന്നാൽ പടം പൂർണ്ണമായിട്ടും ഒരു ഇടിപ്പടമാണെന്നും കഥയും ലോജിക്കും നോക്കി സിനിമ കാണാൻ പോകരുതെന്നും ഇതൊരു മാസ് മസാല എന്റർടൈൻമെന്റ് ആണെന്നും പ്രമോഷന്റെ സമയത്ത് തന്നെ മമ്മൂട്ടി കൃത്യമായി പറഞ്ഞിരുന്നു. എന്തായാലും ശക്തമായ ഡീഗ്രേഡിങ്ങിനിടയിലും നെഗറ്റീവ് റിവ്യൂകളെയെല്ലാം പുച്ഛിച്ചു തള്ളി ജനങ്ങൾ സിനിമ ഏറ്റെടുക്കുന്ന ഒരു അത്ഭുത കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത്. സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സാധാരണക്കാരായ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ വിലയിരുത്തിയാണ് ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ 17.5 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ടർബോ 2024 കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ മലൈക്കോട്ട വാലിബനെയും ആടുജീവിതത്തെയും മറികടന്ന് ഒന്നാമതായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ടർബോയുടെ കിതപ്പും കുതിപ്പുമൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. എന്തായാലും ടർബോയോടുകൂടി മമ്മൂട്ടിയുടെ കരിയർ അവസാനിക്കാനോ സിനിമ ഉപേക്ഷിച്ച് മമ്മൂട്ടി വീട്ടിൽ ഇരിക്കാനോ ഒന്നും പോകുന്നില്ല. സിനിമയില്ലെങ്കിൽ ശ്വാസം നിലച്ചതുപോലെയാണ് എന്ന് മമ്മൂട്ടി പറഞ്ഞതിനർത്ഥം മരണം വരെ അല്ലെങ്കിൽ തനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം മലയാള സിനിമയുടെ സിംഹാസനത്തിൽ ആ രാജാവ് ഉണ്ടായിരിക്കും എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും നടക്കാത്തതുകൊണ്ട് തൂറി തോൽപ്പിച്ച് മമ്മൂട്ടിയെ വീട്ടിൽ ഇരുത്താമെന്ന് കരുതുന്നവർ ആ വെള്ളമങ്ങ് മാറ്റിവെച്ചേക്ക്. മമ്മൂട്ടി കമ്പനിയിൽ നിന്നും പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇനിയും തുടർച്ചയായി പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന മറ്റ് ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഓൾറെഡി മമ്മൂട്ടി കമ്മിറ്റഡ് ആയി കഴിഞ്ഞു. അതിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മാത്രം ബാക്കിയുള്ള ബസൂക്കയാണ് ആദ്യമായി തിയേറ്ററിൽ എത്താൻ പോകുന്നത്. മുൻ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഒരു മൈൻഡ് ഗെയിം ത്രില്ലർ മൂവി വിഭാഗത്തിൽ പെടുന്നതാണ്. നവാഗത സംവിധായകരുടെ കൂടെ കൂടുമ്പോൾ ഹിറ്റുകൾ സൃഷ്ടിക്കുന്ന മമ്മൂട്ടിയിൽ നിന്നും മറ്റൊരു ഹിറ്റ് തന്നെയാണ് ഈ ഒരു സിനിമയിലെ സ്റ്റൈലിഷ് വേഷത്തിലൂടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി പേക്കപ്പായ സിനിമയുടെ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഓണാവധിക്ക് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബസൂക്ക കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമ ബിഗ് ബിയുടെ 2ാം ഭാഗമായ ബിലാലാണ്. വാപ്പയെയും മകനെയും ഒരുമിച്ച് ബിഗ് സ്ക്രീനിൽ കാണാനായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിക്കൊണ്ട് ദുൽഖർ ബിലാലിന്റെ സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. തുടക്കത്തിൽ ദുൽഖറിന് 2ാം ഭാഗമായ ബിലാലിൽ സ്പേസ് ഇല്ല എന്ന് അമൽ നീരദ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദുൽഖറിന്റെ അടുത്ത മലയാളം ചിത്രം ബിലാൽ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നതോടുകൂടിയാണ് ആ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുമുളച്ചത്. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ അർജുൻ ദാസും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. തങ്ങളെ എടുത്തു വളർത്തിയ അമ്മയുടെ കൊലപാതകം അന്വേഷിച്ച 4 ആൺകുട്ടികളുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു ബിഗ് ബി. അതിൽ മൂത്തവനായ ബിലാലായാണ് മമ്മൂട്ടി സിനിമയിൽ എത്തിയിരുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു ബിലാൽ. വലിയൊരു ഫാൻ ബേസ് സൃഷ്ടിക്കപ്പെട്ട ബിലാൽ എന്ന ആ കഥാപാത്രത്തിന്റെ 2ാം വരവിലൂടെ ഭീഷ്മ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സൃഷ്ടിച്ച അമൽ നീരദിൽ നിന്നും അതിനും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. സ്ക്രിപ്റ്റ് പൂർണ്ണമായാൽ ഉടൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2018 ബിലാൽ റിലീസാക്കാൻ അമൽ നീരദ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബിലാലിന്റെ സ്ക്രിപ്റ്റ് നീണ്ടുപോയതോടെയാണ് തന്റെ കയ്യിലുള്ള മറ്റൊരു കഥയുമായി അമൽ നീരദ് മമ്മൂട്ടിയെ സമീപിക്കുന്നത്. അതായിരുന്നു ഭീഷ്മ. 2020 കൊറോണയുടെ വരവോടുകൂടി ബിലാൽ പ്രൊജക്ട് തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയും മമ്മൂട്ടിയുടെ ഡേറ്റ് ഓൾറെഡി കയ്യിലുള്ള അമൽ നീരദ് ഭീഷ്മയുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നാൽ ഭീഷ്മ അമൽ നീരദും മമ്മൂട്ടിയുമൊക്കെ പ്രതീക്ഷിച്ചതിനും മുകളിൽ പറന്നതോടെ ബിലാലിന് വേണ്ടിയുള്ള മുറവിളികൾ പ്രേക്ഷകരിൽ നിന്നും വീണ്ടും ഉയരാൻ തുടങ്ങി. കാതറിൻ ട്രസ, ഷറഫുദ്ദീൻ ബാല എന്നിവരും സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടതായും ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത വർഷം ജനുവരിയിൽ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദൃശ്യം 3 ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ദൃശ്യം സീരീസിലെ 3ാം ഭാഗം പുറത്തിറങ്ങുമ്പോൾ അതിൽ മമ്മൂട്ടിക്ക് എന്ത് കാര്യമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പോലീസുകാർ പഠിച്ച പണി 18 നോക്കിയിട്ടും തെളിവുകൾ കണ്ടെത്താനാകാതെ പരാജയപ്പെട്ടു പോയ വരുൺ വധക്കേസ് ഇനി അന്വേഷിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, മലയാള സിനിമ കണ്ട കുറ്റാന്വേഷണ കഥാപാത്രങ്ങളിലെ കിരീടം വെക്കാത്ത രാജാവ് സാക്ഷാൽ സേതുരാമയ്യർ CBI തന്നെ.
CBI സീരീസിലെ 5 ഭാഗങ്ങൾ ഇതിനോടകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. SN സ്വാമി, മധു, മമ്മൂട്ടി കൂട്ടുകെട്ടിലുള്ള ആ 5 ഭാഗങ്ങളിൽ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകൾ ആയിരുന്നുവെങ്കിലും CBI സീക്വലുകളിൽ അവസാനമായി ഇറങ്ങിയ ഭാഗങ്ങളുടെ കഥയിൽ മമ്മൂട്ടി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. തട്ടിക്കൂട്ട് കഥയുമായി ഇനി തന്നെ സമീപിക്കരുത് എന്നായിരുന്നു SN സ്വാമിയോട് മമ്മൂട്ടി പറഞ്ഞത്. ഇതേ തുടർന്ന് മമ്മൂട്ടിയെ CBI സീരീസിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ അന്ന് വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് CBIയുടെ 6ാം ഭാഗവും ദൃശ്യത്തിന്റെ 3ാം ഭാഗവും കൊളാബറേറ്റ് ചെയ്തുള്ള ഒരു പുതിയ സിനിമ ഇറങ്ങും എന്നാണ്. സിനിമ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2008 ഇറങ്ങിയ 2020 എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയായി ഇത് മാറും. കോട്ടയം കുഞ്ഞച്ചൻ 2 1990 സുരേഷ് ബാബു സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കോട്ടയം കുഞ്ഞച്ചന്റെ 2ാം ഭാഗമാണ്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രം. എന്നാൽ 2ാം ഭാഗം സംവിധാനം ചെയ്യുന്നത് ടർബോയ്ക്ക് തിരക്കഥ ഒരുക്കിയ മിഥുൻ മാനുവൽ തോമസ് ആണ് എന്നുകൂടി കേൾക്കുന്നതോടെ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിയാവുകയാണ്. ആട് 1, 2 തുടങ്ങിയ സിനിമകളിലൂടെയും 5ാം പാതിര എന്ന ക്രൈം ത്രില്ലറിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയി മാറിയ മിഥുൻ മാനുവൽ തോമസ് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള സ്ക്രിപ്റ്റ് റൈറ്ററുകളിൽ ഒരാളാണ്. ആട് 1ഉം 2ഉം പ്രൊഡ്യൂസ് ചെയ്ത വിജയ് ബാബു തന്നെയാണ് കോട്ടയം കുഞ്ഞച്ചൻ 2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ രാജമാണിക്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഏറ്റവും മികച്ച ഫ്ലെക്സിബിൾ റോളുകളിൽ ഒന്നാണ് കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചനായി മമ്മൂട്ടി വീണ്ടും എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞതല്ലാതെ ഒന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കോട്ടയം കുഞ്ഞച്ചനോട് കിടപിടിക്കുന്ന ഒരു നല്ല കഥ ലഭിക്കാത്തത് കാരണം ആദ്യം ഈ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഒരു നല്ല കഥ ലഭിച്ചതോടെ മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടിയെ സമീപിച്ചെങ്കിലും മമ്മൂട്ടി ഏറ്റെടുത്ത മറ്റ് ഒരുപാട് പ്രൊജക്ടുകൾ കാരണം ഇത് മാറ്റിവെക്കുകയായിരുന്നു. കോട്ടയം കുഞ്ഞച്ചന്റെ 2ാം ഭാഗത്തിന് വേണ്ടി എഴുതിയ കഥയാണ് പിന്നീട് ടർബോ ആയി മാറിയത് എന്ന ഒരു റൂമറും ഈയിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പരന്നിരുന്നു. എന്നാൽ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഒട്ടും തന്നെ തോന്നിയിരുന്നില്ല. ടർബോ ജോസ് എന്ന കഥാപാത്രം കോട്ടയം കുഞ്ഞച്ചനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഗെറ്റപ്പും വ്യക്തിത്വവുമുള്ള കഥാപാത്രമായിരുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർണ്ണമാവുകയും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ ആം എ ഡിസ്കോ ഡാൻസർ. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് അത് പ്രേക്ഷകർക്ക് മുന്നിൽ ചെയ്തു കാണിച്ച് കയ്യടി നേടുന്ന ആളാണല്ലോ മമ്മൂക്ക. കൂടെയുള്ള യുവാക്കളായ സഹനടന്മാരെ അടിപിടിക്കായി പറഞ്ഞയച്ചുകൊണ്ട് കസാരയിൽ ഇരുന്ന് കാലുമേൽ കാലും കയറ്റിവെച്ച് വിശ്രമിക്കുന്ന വലിയേട്ടൻ കഥാപാത്രം മാത്രമേ മമ്മൂട്ടിക്ക് നടക്കുമെന്ന് വിമർശിച്ചിരുന്നവരുടെ വായ അടപ്പിച്ച പെർഫോമൻസ് ആയിരുന്നു ടർബോയിൽ മമ്മൂട്ടി കാഴ്ചവെച്ചത്. ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ആ എനർജിയും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റവും സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത് ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന ടൈറ്റിലോടുകൂടി ഇറങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടി എന്ത് ചലഞ്ചാണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. മമ്മൂട്ടിക്ക് തമാശ വഴങ്ങില്ല എന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തോട്ട് വെച്ച റീത്തായിരുന്നു കോട്ടയം കുഞ്ഞച്ചനും രാജമാണിക്യവുമൊക്കെ. അതുപോലെ തന്നെ പണ്ടുമുതലേ മമ്മൂട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നത്. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അതൊക്കെ നടക്കുമോ എന്ന ഒരു സംശയം പ്രേക്ഷകരിൽ ബാക്കി നിർത്തിയായിരിക്കും ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുക. സമ്പൂർണ്ണ കോമഡി എന്റർടൈനറായ സിനിമ സംവിധാനം ചെയ്യുന്നത് നാദിർ ഷായാണ്. നാദിർ ഷായും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. നാദിർ ഷായുടെ ആദ്യ 2 ചിത്രങ്ങളായ അമർ അക്ബർ ആന്റണിയും കട്ടപ്പനയിലെ ഋതിക് റോഷനും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഈ 2 സിനിമകൾക്കും തിരക്കഥ ഒരുക്കിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ സിനിമയ്ക്കും തിരക്കഥ ഒരുക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ നാദിർ ഷായുടെ മറ്റു സിനിമകൾക്കൊന്നും വലിയ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു പരീക്ഷണവും വലിയ വിജയമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2022 സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായ ആവാസ വ്യൂഹം സംവിധാനം ചെയ്ത കൃഷാന്തുമായി മമ്മൂട്ടി ഒരു പുതിയ സിനിമയ്ക്ക് തയ്യാറെടുക്കുന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ടൈം ട്രാവൽ ചിത്രമാണ് മമ്മൂട്ടിക്ക് വേണ്ടി കൃഷാന്ത് ഒരുക്കുന്നത്. ആവാസവ്യൂഹം കൂടാതെ വൃത്താകൃതിയിലുള്ള ചതുരം, പുരുഷപ്രേതം തുടങ്ങിയ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളും സംവിധാനം ചെയ്തത് കൃഷാന്തായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം ഇതായിരിക്കും എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ മഹേഷ് നാരായണൻ ചിത്രത്തിലും മമ്മൂട്ടി അഭിനയിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ നൽകിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഈ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അണിനിരക്കുന്നു. ഫഹദാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. UK-യിലും US-ലും ഡൽഹിയിലുമാണ് ചിത്രീകരണം. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് 3 മാസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത്.
AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 30കളിലുള്ള മമ്മൂട്ടിയെ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സിനിമ അണിഞ്ഞൊരുങ്ങുന്നതായും സംവിധായകനും നിർമ്മാതാവും ഫെഫ്കയുടെ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടിയുടെ യഥാർത്ഥത്തിലുള്ള 4 ഷോട്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സിനിമയിൽ ഉടനീളം മമ്മൂട്ടിയെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കുക. ഇതിനുള്ള അനുമതി മമ്മൂട്ടി നൽകിയതായാണ് ബി ഉണ്ണികൃഷ്ണൻ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് ആരാണെന്നോ ചിത്രത്തിൽ അഭിനയിക്കുന്ന മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്നോ ഒന്നും തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. എന്തായാലും തന്റെ അടുത്ത 5 വർഷത്തേക്ക്, അതായത് തന്റെ 78ാമത്തെ വയസ്സുവരെ അഭിനയിക്കാനുള്ള 25ഓളം പ്രൊജക്ടുകളുടെ ചർച്ചകൾ മമ്മൂട്ടിയുമായി വിവിധ സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി എന്ന നടന്റെ പടയോട്ടം ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.